ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവകാർത്തികേയൻ നായകനെ സുധാ കൊങ്കര തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 10 ശനിയാഴ്ച പൊങ്കൽ റിലീസായി തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് പരാശക്തി. പൊങ്കൽ പ്രമാണിച്ച് ഇന്നലെ വ്യാഴാഴ്ചയും ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് 1,28,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് 10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1,38,00,000 രൂപയോളമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് ഈ സിനിമ 37,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ തമിഴ്നാട്ടിൽ 42,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. കർണാടകയിൽ 6 ദിവസം കൊണ്ട് 3,72,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 25 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 75 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 43 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 21 കോടി രൂപ വിദേശത്ത് നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 64 കോടി രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 7 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 70 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പൊങ്കൽ റിലീസ് ചിത്രങ്ങളിൽ മിന്നും തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ജനുവരി 15 തിയേറ്ററിലെത്തിയ തലൈവർ തമ്പി തലൈമയൽ TTT എന്ന തമിഴ് സിനിമ തന്നെയാണ്. ജീവ, പ്രാർത്ഥനാനാഥൻ, തമ്പി രാമയ്യ എന്നിവർ അഭിനയിച്ച ഈ സിനിമ മലയാളിയായ നിതീഷ് സഹദേവനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 8 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 1,50,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ ആദ്യ ദിവസം 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തത് 1,65,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി 1,90,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2-ാം ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ 5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 7.5-8 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ജനുവരി 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് രാജാ സാബ്. ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 57 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 7 ദിവസം കൊണ്ട് 111 കോടി നേടിയെടുത്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 14,25,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2,84,00,000 കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 27 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 155,50,00,000 വിദേശ കളക്ഷനായി 33,20,00,000 ഉൾപ്പെടെ 188,75,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 8-ാം ദിവസമായ വെള്ളിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 191 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സംക്രാന്തി റിലീസായി ജനുവരി 12 തിങ്കളാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മന ശങ്കരവരപ്രസാദ് ഗാരു. ചിരഞ്ജീവി നായകനായി അനിൽ ടി പൂടി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 7 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 200 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ 4 ദിവസം കൊണ്ട് തെലുങ്ക് നാട്ടിൽ 105,75,00,000 രൂപയും കർണാടകയിൽ നിന്ന് 11,63,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷൻ 1.5 കോടി രൂപയും 2,30,00,000 രൂപ നോർത്ത് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ട്. 121,25,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 32 കോടി ഉൾപ്പെടെ 153 കോടിയോളം രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 5-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 25-27 കോടി റേഞ്ചിലാണ്. ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 180 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നിഖില വിമൽ നായകയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് ജനുവരി 10 തിങ്കളാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണ് കേസ്. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ 1,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 12 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1,52,00,000 ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 2 കോടിക്ക് മുകളിലും ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 25 ക്രിസ്മസ് റിലീസായി എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് സർവമായ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 70,01,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 70 കോടി രൂപയുടെ കേരള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യ 22 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 137,50,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 23-ാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 70,86,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 138,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. സുരേഷ് രാജകുമാരി തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് സിറായി. ചിത്രത്തിൽ വിക്രം പ്രഭു, അനിഷ്മ അനിൽകുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 22 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 24,52,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2,63,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശ കളക്ഷനായി 1,86,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ 22 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 29,20,00,000 രൂപയാണ്. 3 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.